പക്ഷെ പാവം പിടിച്ച സൈനവയ്ക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. സൈനവ എന്ത് ചെയ്തു? ആ പുട്ട് തുറന്നിട്ട് അതിനകത്ത് ഒരു കോഴിമുട്ട കഴിച്ചു. ഇത് പുട്ടെന്നൊരു സാധനം നമുക്ക് പുട്ടിൻ്റെ രൂപത്തിൽ കാണുന്ന ഇപ്പോൾ ഭക്ഷണം കഴിച്ചു. ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചു. നിങ്ങൾ കഴിച്ചില്ലേ പുട്ട്? ഇല്ലേ? പുട്ടിപ്പോൾ ആ രൂപത്തിൽ കാണാം. ഈ തകർന്ന പൂവണ്ണങ്ങൾ നടക്കല്ലേ നമ്മുടെ വീട്ടിൽ പുട്ട് കിട്ടുന്നത്. ഷെയ്പ്പെല്ലാം പോയില്ലേ? അപ്പം ആ പുട്ട് തുറന്നിട്ട്, അന്നത്തെ കാലത്തെ പുട്ടാണ്. ഇന്ന് തുറക്കാൻ തുടങ്ങിയാൽ ഇപ്പം വയനാട്ടിൽ എല്ലാം കൂടെ വീണതുപോലെ വരും. അപ്പോൾ ആ പുട്ട് തുറന്നിട്ട് അതിനകത്ത് ഒരു കോഴിമുട്ട കയറ്റി വെച്ചിട്ട് അത് മനോഹരമായിട്ടെന്ന് വെച്ചു. ഈ എന്താ പറയുക, ഈ തേങ്ങയുടെ ഒക്കെ വെച്ചിട്ട് അടച്ച് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ബാക്കിയുള്ളവർ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അവരെല്ലാം കഴിച്ച് പുട്ട് തന്നെ കഴിച്ച് ചെയ്യും. കുറച്ച് ഇവരെ നോക്കുമ്പോൾ എന്താണ്, ഇവ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ പുട്ടിനകത്ത് നിന്ന് കോഴിമുട്ട ഇറങ്ങിയത്. അതിൻ്റെ പുട്ട് പ്രസവിച്ചാണ് കോഴിമുട്ട. പക്ഷേ ഇത് മനസ്സിലാവും. അപ്പം ബഷീർ നോക്കെ ഒരാൾക്ക് ഒരാളോടുള്ള സ്നേഹം വെളിപ്പെടുത്താനായിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കോഴിമുട്ടയാണ്. ആ കോഴിമുട്ട ഇന്ന് നമ്മൾ ഒരാളെ തകർക്കാൻ വേണ്ടി കോഴിമുട്ട ചില പ്രയോഗങ്ങൾ നടത്തുന്നത് കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ ഈ കോഴിമുട്ടയാണ് അതിനകത്ത് കയറ്റി വെച്ചിട്ട് ഇത് കാണിച്ചത് ബഷീർ അതിൽ പഠിച്ചു. ജന്മദിനം എന്നുള്ള കഥയിൽ നോക്കെ വിശപ്പ് കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് തൊട്ടടുത്തവരുടെ ഇത് മോട്ടിച്ചെടുത്ത് തിന്നു. അതൊക്കെ ബഷീറിന്റെ കാലഘട്ടത്തിലുള്ള ദാരിദ്ര്യമാണ്. കഥയിൽ വന്നൊരു മാറ്റമാണ്. പക്ഷെ ബഷീറിന് മുൻപ് ജീവിച്ചിരുന്ന ഒയ്യാരത്തി ചന്തുമേനോന്റെ ഇന്ദുലേഖയും മാധവനും. ഇന്ദുലേഖ മാധവന് പ്രണയ സമ്മാനമായിട്ട് കൊടുക്കുന്നത് പട്ടുകൊണ്ട് തുന്നിയ ഒരു കുപ്പായം. രണ്ട് കാലം മാറ്റം കിട്ടാം. ഇതാണ് കഥയിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ആ കഥയിലുണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്നത് പ്രണയം മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മാറ്റം കാണാൻ പറ്റും. ഒരാൾ പുട്ടിനകത്ത് കോഴിമുട്ട ഒളിപ്പിച്ച് പ്രണയത്തിന്റെ സമ്മാനമായി കൊടുക്കുമ്പോൾ മറ്റൊരു കാലഘട്ടത്തിൽ ഒരു ഇന്ദുലേഖ മാധവന് എന്താ കൊടുക്കുന്നത്? പട്ടുകൊണ്ട് തുന്നിയ ഒരു ഉപായം. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത്രയും വ്യത്യസ്തമായിട്ടാണ് അവർ ആ കാലഘട്ടത്തിൽ ആ പ്രണയത്തെ കാണുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ കാലത്തും മാറ്റമുണ്ട്. ഇപ്പൊ തന്നെ ഈ അരൂർ നീലകണ്ഠപിള്ള എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ തൂവാല, അത് തന്നെ തൂവാല പിന്നെ പല സമയത്തായിട്ട് പലത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം പട്ട. ഞാൻ പറഞ്ഞത് തൂവാലയായാലും പിന്നെ എന്താ ഉപ്പായമായാലും എല്ലാം പട്ടാണ്. പക്ഷെ ആ പട്ടിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല ബഷീർ ജീവിച്ചത്. ഇപ്പൊ തന്നെ നോക്കിയ കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറെന്ന് പറയുന്ന ഒരു കഥ എല്ലാവരും വായിച്ചു. ഒരു കാലഘട്ടത്തിൽ എല്ലാവരും, അതായത് ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ പൊതിച്ചോറ് മോഷ്ടിച്ച് കഴിക്കുന്നതാണ് എൻ്റെ കഥ. നമുക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ വിശക്കുന്ന ഒരു മനുഷ്യരുണ്ടോ, ഇങ്ങനെയുള്ള കാര്യത്തിലുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും. പക്ഷെ അല്പക്കെട്ടുകളിൽ ഒരു എഴുത്തുകാരുണ്ട് മൈസൂർ, അതിലൊരു അധ്യാപകൻ. ആ അധ്യാപകന്റെ കഥയിൽ രണ്ട് കാലഘട്ടത്തിന്റെ വ്യത്യാസം ഞാൻ പറയും. ആ കാലഘട്ടത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അല്പക്കെട്ടിലെ ഒരു കഥയിൽ നിന്ന് രണ്ട് അധ്യാപകർ. ഈ അധ്യാപകരുടെ വിഷയം തന്നെ അധ്യാപകർ അറിയപ്പെടുന്നത്. ആ അധ്യാപകർ അറിയോ, സ്കൂള് വിട്ടിട്ട് അവർ രണ്ടുപേരും വീട്ടിനടുത്തടുത്ത് താമസിക്കുന്നവരാണ്. ഇവരിങ്ങനെ നടന്നു വരും. ഈ നടന്നു വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ആൾവാസമില്ലാത്തൊരു വലിയ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പിലൂടെയാണ് ഇവർ നടന്ന് വീട്ടിലേക്ക് വരുന്നത്. ഒരു ദിവസം സാധാരണ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വരേണ്ടതാണ്. 5 മണിയായിട്ട് ഇവർ രണ്ടുപേരും കണ്ടില്ല. അപ്പോൾ വീട്ടിൽ അന്വേഷണമായി. 6 മണിയായി കണ്ടില്ല, 7 മണിയായി കണ്ടില്ല, രാത്രിയായിട്ട് ഇവർ രണ്ടുപേരെയും കാണുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചപ്പോൾ അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. നാട്ടുകാരെല്ലാം കൂടെ അവരെല്ലായിടവും വിളിച്ച് ചോദിച്ചു, അന്വേഷിച്ചു. കിട്ടാവുന്ന ഫോൺ നമ്പർ എല്ലാം ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞ് ഒരു 4:30 മണിയായപ്പോഴത്തേക്ക് ഇവർ ഗേറ്റ് മുട്ടി പോയിട്ടുണ്ട്. ഇവർ പിന്നെ എവിടെ പോയെന്ന് ഒരു പിടി വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അന്വേഷിച്ച ഒടുവിൽ ഒരാൾ ഇങ്ങനെ ഈ വെളിപ്രദേശത്തൂടാണ് ഇവർ വരുന്നത്. ചുമ്മാ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെ ഇവിടെ അടക്കി പിടിച്ച് സംസാരിക്കുന്നത്. ഈ 2 മാഷന്മാരുടെ ശബ്ദം കേൾക്കുന്നത്. എവിടെ നിന്നാണ് ഈ ശബ്ദം എന്നറിയാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൊട്ടക്കിണർ. ആ പൊട്ടക്കിണറ്റിൽ നിന്നാണ് ഈ ശബ്ദം. അപ്പോൾ ഈ പാപ്പ അവർ വിഷമിച്ചു. ഈ പാവങ്ങൾ നടന്നറിയാതെ രാത്രി പെട്ടുപോയി. ചിലപ്പോൾ പൊട്ടക്കിണറ്റി വിടാം. ഇവർ പൊട്ടക്കിണറ്റിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിനേക്കാണ് രസം. ഈ 2 അധ്യാപകരും സംസാരിച്ചിട്ടില്ല. എന്താ സംസാരിക്കുന്നത് അറിയാമോ? PF പറ്റി, ഗ്രാജുവേറ്റിനെ പറ്റി, റിട്ടയർമെന്റിന് ശേഷം എത്ര രൂപ കിട്ടുമെന്നുള്ളതിനെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്. ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ ആലോചിച്ചത് കാരൂരിന്റെ പൊതിച്ചോറ് മോഷ്ടിച്ച അധ്യാപകരിൽ നിന്ന് നമ്മുടെ അധ്യാപകരുടെ അധ്യാപകരോട് റിട്ടയർ ചെയ്ത അധ്യാപകർക്ക് ഇവിടെ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത്. അപ്പോൾ ആ
പൊതിച്ചോറ് മോഷ്ടിച്ച അധ്യാപകരിൽ നിന്ന് നമ്മുടെ അധ്യാപക സമൂഹത്തിലുണ്ടായ ഒരു മാറ്റം നോക്കാൻ, ഈ മാറ്റമാണ് കഥയിൽ വന്ന മാറ്റം. ഈ പ്രണയത്തിലുണ്ടാകുന്ന മാറ്റം പോലെ തന്നെ വലിയ മാറ്റമാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെ സമൂലമായിട്ടുള്ള മാറ്റം നമ്മുടെ എല്ലാ കാലത്തും എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മളിതൊക്കെ പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഇതൊന്നുമല്ല. ഇപ്പൊ ബഷീറിന്റെ പ്രണയത്തെക്കുറിച്ചും താരൂരിന്റെ പ്രണയത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ചെമ്മീനകത്തുള്ള പ്രണയം, പിന്നെ പല കഥ ഇപ്പൊ പറയുന്ന പോലെ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചുള്ള പ്രണയത്തിന് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമാവണമെന്നില്ല. എന്തിനോട് നമുക്ക് പ്രണയം തോന്നാം, ഇഷ്ടം തോന്നാം, അതൊക്കെ പ്രണയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള നിർവചനങ്ങളുടെ അല്ലെങ്കിൽ സമഗ്രതയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എനിക്ക് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഈ പിന്നെ കോളറക്കാലത്തെ പ്രണയം, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ പ്രണയം, അതിനകത്ത് നിങ്ങൾ വായിച്ചതിന് കൈവക്കെ ഈ പാതി പോയിക്കുമ്പോൾ പാതി വായിച്ചുള്ളതാണ് അതിനർത്ഥം. വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, വായിച്ചു. അപ്പൊ അതിനകത്ത് ഫെർമിനാൻഡ് ഡാസിയും ഫ്ലോറന്റീൻസ അരിസയും അല്ലേ, അവർ രണ്ടുപേരും അതൊക്കെ അതിനകത്തുള്ള കഥാപാത്രം. അവർ വളരെ മുമ്പേ ഇഷ്ടപ്പെട്ടവരാണ്. അപ്പൊ ഇത്രയും ഇഷ്ടം ഉണ്ടായിട്ടും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, വിവാഹത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ഫ്ലോറന്റീൻ അരിസ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ത് ചെയ്തു? അയാള് അവളെ എന്തെങ്കിലും ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. എത്ര വർഷമാണെന്നറിയോ? 51 വർഷവും 9 മാസവും 4 ദിവസവും കുറച്ച് വിനാടികൾ. ഇത്രയും നേരം, ഇത്രയും ലോകത്തെവിടെങ്കിലും പ്രണയത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട്. സങ്കടം വന്ന വായിച്ചിട്ടുണ്ട്. കാരണം ഇത്ര ദൈർഘ്യമേറിയ ഒരു പ്രണയം ലോകത്തുണ്ടായിട്ടുണ്ട്. കാരണം ഈ മനുഷ്യൻ നോക്കിയിരിക്കുക, ഈ മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി മനുഷ്യൻ പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരുമായിട്ട് ബന്ധപ്പെട്ടാലും ഇവരുടെ മുഖമാണ് തിരിച്ചു കയറി വരുന്നത്. അങ്ങനെ ഇവിടെ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ഡോക്ടറാണ് കല്യാണം കഴിച്ചത്. ഈ ഡോക്ടർ ഒരു ദിവസം ഒരു വീട്ടിൽ വളർത്തി ഒരു തത്ത പറന്ന് ഒരു മരത്തിന്റെ മുകളിൽ പോയി. ആ ഒരു കാര്യമില്ല. അപ്പം ഇയാൾ അവിടെ പോയി അതിനെ പിടിക്കാൻ ശ്രമിച്ചു, കാല് തെറ്റി തടയിടാൻ ധരിച്ചു. ഇയാളുടെ സഞ്ചാരിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിഷമിച്ച് മക്കളും പേരക്കുട്ടികളൊക്കെ അങ്ങനെ പോകാനായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഫെർമിനാൻഡ് ഡാസിയ അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായി, പ്രായമായി, പിന്നെ തൊലിയൊക്കെ ചുരുക്കിക്കൊളിച്ച് വല്ലാത്ത പ്രായത്തിൽ ഇരിക്കുക. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതാരും മരണാനന്തരം അറിഞ്ഞിട്ട് ആരെങ്കിലും വന്നേക്കുന്നത് നിനക്കെന്നെ മനസ്സിലായില്ലേ ഞാൻ ഫ്ലോറന്റീൻസ അരിസ. അപ്പൊ ഇവിടെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു കണക്ക് പറഞ്ഞു, എന്റെ ആവുന്ന കാലം കൊണ്ട് എന്നെ പരിചയപ്പെടുത്തിയതാണ്. അവർക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ട്, പക്ഷെ അങ്ങനല്ലേ പറയാൻ പറ്റും. കാര്യം എന്താ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഷോപ്പ് നടത്തണം, ഇറക്കാൻ പറയും. അപ്പൊ ഇയാൾ സങ്കടത്തോട് കൂടി ഇറങ്ങിപ്പോയി. അപ്പൊ പറഞ്ഞു, ഞാൻ ഇത്രയും വർഷം നിന്നെ കാത്തിരിക്കുകയാണ്, ഇപ്പൊ നീ ഫ്രീ ആയാലും ഇനി നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞ് ചെന്നപ്പോഴാണ് ഇത് പറയുന്നത്. അപ്പൊ എന്ത് പറ്റി? ഇനി അവർക്ക് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവർക്കൊരു ഉത്കടമായിട്ടുള്ളൊരു സങ്കടം ഉണ്ടായി. ഇവളെന്ത് ചെയ്തു? ഈ ഇവളെന്ന് പറഞ്ഞാൽ അമ്മയാണ് അവളെന്ത് ചെയ്തു? പണ്ട് ഇയാൾ അയച്ച കത്ത്, പണ്ട് ഇവളുടെ ഫോട്ടോ എടുത്തത്, ഇതെല്ലാം പെട്ടിയിൽ പിടി സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മളിവിടെ പോയത് കീറിക്കളയെന്ന് പറഞ്ഞാലും നമ്മൾ കീറിക്കളയാത്ത ചിലതുണ്ടാവുമല്ലോ. ഓടിപ്പോയത് പോയി എന്നിട്ട് തന്നാൽ ഈ മനുഷ്യൻ എന്തുമാത്രം സ്നേഹമായിരുന്നു. ഇതെല്ലാം ഇതെല്ലാം തട്ടിത്തെറിച്ചില്ല. പിന്നെയും മനുഷ്യൻ വന്നു, പിന്നെ ഒരു അവസരത്തിന് വേണ്ടി വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അവസാനം എന്ത് തീരുമാനിച്ചു? ഈ മക്കളെയും പേരക്കുട്ടികളെയും മിത്രാദികളെയും എല്ലാം ഒഴിവാക്കിയിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഈ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ഈ പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് തൊലിയിൽ ഈ വിയർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഈ വിയർപ്പടിഞ്ഞ് വല്ലാത്ത നാറ്റമാണ് എനിക്ക്. നീ അന്ന് എന്നെ സ്നേഹിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന സുഗന്ധമല്ല എനിക്കിപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് നിന്നെ ആ നാറ്റത്തോടു കൂടി ഞാൻ സ്നേഹിച്ചോളാം എന്നാണ് ഏക പ്രായമായി. അവസാനം എന്താ കാണുന്ന കാഴ്ച? ഇവർ രണ്ടുപേരും കൂടെ പോവുകയും ഇവര് ഈ ഒരു ആഡംബര കപ്പല് വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് ഒരു മഞ്ഞക്കുടിയുണ്ട്. മഞ്ഞക്കുടിയുടെ വെച്ചാൽ കോളറ ഉള്ള സമയമാണ്. അപ്പൊ കോളറ ഉണ്ടെങ്കിൽ ആ കപ്പലിനകത്ത് മഞ്ഞക്കുടി ഉണ്ടെങ്കിൽ ആ കപ്പൽ എങ്ങും അടുക്കാൻ സമ്മതിക്കത്തില്ല. കപ്പല് എങ്ങും അടുക്കാതെ കടലിലോട്ട് ഇങ്ങനെ ഒഴുകി. അങ്ങനെയാണ് ഈ നോവലില്ല. അപ്പൊ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കഥ വരും. അപ്പൊ ഞാൻ നോക്കെ ഇതിന്റെ ഈ പ്രണയത്തിന്റെ തന്നെ എത്ര അടലുകളിലൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാൻ. അപ്പൊ ഓരോ കാലത്തും ഇത് മാറ്റം. ഇപ്പൊ ഐ മിസ് യു എന്ന് പറയുന്ന തരത്തിലേക്ക് പാർക്കടവ്, പി കെ പാർക്കടവ് എന്ന് പറയുന്ന ആളുടെ ഒരു കഥയിൽ ഒന്നുമില്ല.
ഐ മിസ് യു. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഒറ്റ വരിയിൽ അത് ആ കഥ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഐ മിസ് യു എന്നുള്ളത് മലയാളത്തിൽ മനോഹരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറ്റും ഒരു കവി അറിയാമല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ആ വരിക്ക് 4 വരിയിൽ എഴുതുമ്പോൾ ഒറ്റ വരി ഇംഗ്ലീഷിനകത്താണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒറ്റ വരിയേ ഉള്ളൂ. ഒരു കഥ എന്ന് പറഞ്ഞൊരു കഥ ഐ മിസ് യു. അതിനകത്ത് അപ്പോൾ നമ്മളിപ്പോൾ അയക്കുന്ന മെസ്സേജുകൾ നോക്കുമ്പോഴത്തേക്ക് അതെല്ലാം കഥകളാണ്. കവിതയായിട്ടാണ് നമുക്ക് തോന്നുന്നെങ്കിൽ അതിൻ്റെ കഥയായിട്ടത് മാറ്റപ്പെടുന്നത്. അപ്പം കാലാനുസൃതമായിട്ട് ഇനി വരാൻ പോകുന്ന കാലത്ത് എങ്ങനെയാണ് ഈ കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അത്രമാത്രം വലിയ മാറ്റങ്ങൾ കഥയിൽ സംഭവിക്കും. ഈ മാറ്റമാണ് ഈ കഥയുടെ ചെറുപ്പം. അപ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റമാണ് നമ്മുടെ ചെറുപ്പം, അല്ലേ? നമ്മൾ ഈ പരമ്പരാഗതമായ രീതിയിലാണ് നമ്മളൊരു ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നമുക്ക് യാതൊരു മാറ്റമില്ല. നമുക്ക് രൂപത്തിലും ഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ എഴുത്തിലും ഒന്നും ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ മാറ്റം ഉണ്ടാകുമ്പോൾ അത് രൂപത്തിൽ മാത്രമല്ല ഭാവത്തിലും നമ്മുടെ ഭാവനയിലും ഒക്കെ ആ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ എത്രത്തോളം നമ്മൾ ഒതുക്കി പറയാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആ കഥ കൂടുതൽ അതിനെ കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് ചാടും. ഇതുപോലെ തന്നെ അതൊക്കെ അതിനെ പറഞ്ഞു. അത് പ്രണയത്തിന് ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പൊ എങ്കിൽ പോലും ഇപ്പോഴിപ്പോ പുതിയ കഥയിൽ എന്താ വെക്കുന്നറിയോ, ഈ പഴയ അവസ്ഥയിലേക്ക് പോകുന്ന കഥയാണ്. അതങ്ങനെ അങ്ങനെ വരും. ഇപ്പൊ തിരയുണ്ടാകുമ്പോൾ അത് ഒരു ഭാഗത്തേക്ക് മാത്രമല്ല പല ഭാഗത്തേക്ക് തന്നെ വീണ്ടും അത് അടിച്ചു കയറും എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പ്രണയം ഒരു ക്ലീശയായിട്ടുള്ള വിഷയമല്ല, നമുക്ക് എഴുതാം. പക്ഷെ നിങ്ങൾ അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി. അത് പഴയ വിഷയമാണ്. മഴയെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മഴയ്ക്ക് പ്രസക്തി ഇല്ലെന്ന് പറയാൻ കഴിയില്ല. മഴ നിങ്ങൾ എങ്ങനെയാണെന്ന് പ്രസന്റ് ചെയ്യുന്നുള്ള അല്ല. അപ്പോൾ ഒരു കവിത ഞാൻ വായിച്ചത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. നിർത്താതെ കരഞ്ഞത് കൊണ്ടാണ് നഴ്സറി ക്ലാസ്സിൽ നിന്ന് മഴയെ ടീച്ചർ പുറത്താക്കിയത്. കവിതയാണ്. അപ്പോൾ നിർത്താതെ അത് ഒരു പുതിയ വേർഷനിൽ അത് വായിക്കുക. അപ്പോൾ നിർത്താതെ കരഞ്ഞത് കൊണ്ടാണ് നഴ്സറി ക്ലാസ്സിൽ നിന്ന് മഴയെ ടീച്ചർ പുറത്താക്കിയത് എന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന വിഷയമല്ല, ആ വിഷയം നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കാലത്തിൻ്റെ നോവാണ് എല്ലാ കാലത്തും ഈ കഥകളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു മേജർ പാർട്ട്. ഉദാഹരണത്തിന് MDയുടെ മഞ്ഞ് സത്യത്തിൽ അതിനകത്തൊന്നും ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. പക്ഷെ നമ്മളെ കൊളുത്തി വലിക്കുന്ന എന്തോ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ എന്താ പറയുന്നത്? വിമലയുടെ ആത്മകഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? വരും വരാതിരിക്കില്ല. ഈ 2 കാര്യത്തിലാണ് ആ കഥ നമ്മളുടെ ഉള്ളിൽ നിന്ന് പിടിവിട്ട് പോകാതിരിക്കുന്നത്, അല്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വരും, വരാതിരിക്കില്ല. വരും എന്നുള്ളത് നമ്മുടെ ഒരു ഉറപ്പാണ്. പിന്നെ നമ്മൾ ആ ഉറപ്പിനെ ഒന്നും കൂടെ കോൺഫ്ലിക്റ്റ് ചെയ്യുക. എന്താണ്? വരാതിരിക്കുക. കാര്യം അവൾക്ക് എന്നോട് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അവളെ എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. അവൾ വരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ വരാതിരിക്കില്ല എന്ന് പറയുന്നത് ആ 2 വരിയിലാണ് ആ കഥയുടെ സ്വഭാവം മൊത്തം മാറുന്നത്. വാനപ്രസ്ഥത്തിൽ ആ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പം MDയുടെ കൃതികളിലൊക്കെ തന്നെ നമ്മളെ പിടിച്ച് അടുപ്പിക്കുന്നത് ഈ പ്രണയത്തിന്റെ സ്നിഗ്ധതയാണ്. നമുക്ക് എത്ര വായിച്ചാലും മടുക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഒരു വട്ടം വായിച്ച പ്രണയമല്ല തൊട്ടടുത്ത നിമിഷം MD അവതരിപ്പിക്കുന്നത്. അത് തന്നെ ഈ ഭീമനും ഗിരിപ്പിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഈ കടോൽക്കജനെ കാണുന്ന ഒരു രംഗമുണ്ട്. അതാണ് അത് ഭയങ്കര സങ്കടകരമായ രംഗമാണ്. MD പറയുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഇതുകൂടുണ്ട്. അപ്പം ഈ കാട്ടിൽ വെച്ചിട്ട് ഭീമൻ ഗിരിപ്പിയിലുണ്ടായ മകൻ കടോൽക്കജനെ കാണും. അപ്പൊ കടോൽക്കജൻ പറയുന്നു, അപ്പം ഗിരിപ്പി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇത് ഈ അച്ഛനാണ്, അത് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറയും. അതുകൊണ്ട് ഈ കടോൽക്കജൻ വന്നിട്ട് ഭീമനോട് പറയും, എന്ത് സഹായം കാട്ടാളനില്ലേ, കാട്ടാളന്. അപ്പൊ കാട്ടാള സൈന്യമായിട്ട് വന്നിട്ട് പറയാണ്, എന്ത് ആവശ്യമുണ്ടെങ്കിലും യുദ്ധത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം, അച്ഛൻ്റെ കൂടെ ഞാൻ എന്തും കാണും എന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ട് ഇവർ തമ്മിൽ പിരിയുന്നുണ്ട്. പിരിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ ഭീമന്റെ ഒരു ആത്മകഥയുണ്ട്. അയ്യോ, അവളെ കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ. കണ്ടോ? ആ ഒറ്റ വരിയിലാണ് ആ ലൈഫ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അതിൽ ലൈഫ് മാത്രമല്ല, പ്രണയമുണ്ട്. ആ ഒരു പ്രണയമുണ്ട്. കാരണം ഇത്രയും നേരം ഈ മകനുമായിട്ട് ഈ അച്ഛൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധാരണയിൽ പോയി. പക്ഷേ ഈ ഭീമൻ പോയി കഴിഞ്ഞിട്ട് കാട്ടിൽ മറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് MD തന്നെ എഴുതിയിരിക്കുന്നത് മറ്റൊരു ഇരുണ്ട കാലത്തിലേക്ക് അവൻ പ്രവേശിച്ചു. കാരണം ഇവൻ കാട്ടാളനാണ്, അവൻ അങ്ങോട്ടൊക്കെ പോയി.
പക്ഷേ പെട്ടെന്നാണ് ഇയാൾ റിയലൈസ് ചെയ്തിട്ട് പറയുന്നത്, അവളെ കുറിച്ചൊന്നും, അവളെന്ന് പറഞ്ഞാലാണ് ഹിഡിംബിയെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ, അവർക്ക് സുഖമാണോ, അരവണം ഇപ്പം എങ്ങനെയുണ്ട് അവളുടെ ആരോഗ്യം എന്നൊക്കെ അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് മറച്ചു. അവിടാണ് നമ്മൾ ഈ കൊഴുത്തു വരിക. അതാ. അപ്പം നമ്മൾ ഇന്നലെ വായിച്ചതല്ല നമ്മൾ ഇന്ന് വായിക്കുക, ഇന്ന് വായിക്കുന്നതല്ല നാളെ വായിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പ്രണയം എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത് എന്നും ഇങ്ങനെ എന്ന് പറയുന്നത് രാഗി വിളിക്കൊണ്ടിരിക്കുന്നത് മൂർച്ചയുള്ളൊരു വാളാണ്, ഇരുതലം മൂർച്ചയുള്ളൊരു വാളാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെയാണ് ആ വാളിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ യുദ്ധം ചെയ്യാനാണോ, നിങ്ങൾ മറ്റുള്ളവരെ അപായപ്പെടുത്താനാണോ, അത് നിങ്ങൾ സ്വയം കുത്തി ഭരിക്കാനാണോ ഈ വാൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്വയം കുത്തി ഭരിക്കാൻ കഴിയുന്നിടത്താണ് കഥയ്ക്കുള്ള പ്രസക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് കുത്തി ഭരിക്കാൻ കഴിയണം, മറ്റുള്ളവരെ അപായപ്പെടുത്തുക എന്നുള്ളതല്ല. അതൊരു മഹായുദ്ധത്തിൽ ഒരുപാട് പടയോട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ആയിരക്കണക്കിന് പേരെ ശിരസ് ഛേദിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് സ്വയം കുത്തി മരിക്കുവാനുള്ള ഒന്നാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാൾ. പഴയ കാലത്തെ വാള് പരാജയപ്പെടുന്ന അവസരത്തിൽ അവർ സ്വയം കുത്തി മരിക്കുകയാണ്. പണ്ട് ജാപ്പനീസിലൊക്കെ ഉണ്ടല്ലേ ഹരാഗിരി എന്ന് പറയുന്ന സംവിധാനമുണ്ട്. മുറുഗാമി എന്ന് പറയുന്ന എഴുത്തുകാരൻ, അല്ല മറ്റേ മിഷിമ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എന്താണ് ആത്മഹത്യക്ക് എന്താണ് സ്വയം വയറിൽ ഈ വാള് കുത്തിയിറക്കി മരണത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ പ്രണയം എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. നിങ്ങൾ സ്വയം കുത്തി മരിക്കുന്നിടത്താണ് ആ പ്രണയത്തിന് ഒരു ജ്വലനമുണ്ടാകുന്നത്, അല്ലാതെ മറ്റൊരാളിലേക്കല്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ പ്രണയത്തിന്റെ ചിഹ്നത്തിനകം കൂടെ അകത്തും പുറത്തും തുളച്ചു പോകുന്നില്ലേ? ഒരു സാധനം തുളച്ചു പോകുന്നു, ഇപ്പം അത് കാണുന്നില്ലേ? ഇപ്പോൾ അതുപോലെ അതിൻ്റെ ഔട്ടർവേഷൻ മാറിയാണ്. അപ്പോൾ അത് ഇങ്ങനെ തുളച്ചു പോകുന്നില്ല. അപ്പം ഇറ്റ്സ് ഓൺ സിംഫണി എന്ന് പറയും എന്ന് പറയുന്നത് പോലെ അതൊരു പ്രണയത്തിൽ അതായത് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിയിറക്കുന്ന ഒരു വാഴ്ത്തലയാണ്. വാൾമുറിയിൽ വെച്ച മനസ്സെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കുത്തിയിറക്കപ്പെടുമ്പോഴാണ് ആ പ്രണയത്തിന് ജീവൻ ഉണ്ടാകുന്നത്. ആ നോവായിട്ട് തന്നെ മാറുന്നത് നമുക്ക് അനുഭവപ്പെടപ്പെടും. മറ്റൊരാൾക്കല്ല ആ നോവ് കൊടുക്കേണ്ടത്, നമുക്ക് തന്നെ ആ നോവ് അനുഭവപ്പെടണം. അപ്പം എല്ലാ കാലത്തും ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രണയത്തിന് മാറ്റം ഉണ്ടാകും. നമ്മൾ എടുക്കുന്ന എല്ലാ വിഷയത്തിനും ഒക്കെ മാറ്റം. ഇപ്പോൾ സന്തോഷിച്ച കാലത്തിൻ്റെയൊക്കെ കഥകൾ, ബിരിയാണി എന്നൊക്കെയുള്ള കഥ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, വലിയ മാറ്റമാണ്. മാതങ്കലിയിലെ ഒരുപാട് വന്നിട്ടുള്ളതൊക്കെ ഇപ്പോൾ കണ്ടാം. ചെറുപ്പക്കാരുടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കാണുന്ന ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രണയമല്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ജീവിതമല്ല, ഒന്നുമല്ല. അപ്പോൾ എല്ലാം വളരെ വ്യത്യസ്തം തന്നെ. ഈ ലീല എന്ന് പറഞ്ഞിട്ട് ആ മുന്നിയുടെ ഒരു കഥയാണ്. അതൊരു ഒരു ഇറോട്ടിക് ടൈപ്പ് കഥയാണെങ്കിൽ പോലും എന്താണ്, നമുക്ക് രതി എന്ന് പറയുന്നത് എല്ലാവരും അനുഭവിക്കുന്ന രതിയല്ല എൻ്റെ ആഗ്രഹത്തിലുള്ള രതി എന്ന കഥാപാത്രം തീരുമാനിക്കുക. ആ രതിക്ക് പുള്ളി തെരഞ്ഞെടുക്കുന്ന മാർഗം എന്നറിയോ? ഒരു കൊമ്പനാനയുടെ രണ്ട് കൊമ്പിൻ്റെ ഇടയിൽ അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഒരു സ്ത്രീയെ നിർത്തിയിട്ട് അവൻ പോവുകയും. സത്യത്തിൽ നമുക്ക് ഒന്നും അടി കൊടുക്കേണ്ട കേസാണ്. ഈ അടി കൊടുക്കേണ്ടി പറ്റില്ല. ഈ കൊമ്പനാന എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പക്ഷെ വെറൈറ്റിയാണ്. അപ്പം നമ്മൾ ഇതുവരെ കാണുന്ന ഇങ്ങനെയുള്ള ഈ അനുഭവത്തിൽ നിന്നൊക്കെ വഴിമാറിയുള്ള ഒരു ചിന്ത സംഭവിക്കുന്നത് കവിതയിലില്ല. കഥയിൽ ഇങ്ങനെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ കാലത്തിൻ്റെ നോവ് തന്നെയാണ് എല്ലാ കാലത്തും കഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇത് കുറേ വിശദമായിട്ട് പറയാനുണ്ട്. പക്ഷേ നമ്മളിവിടെ കഥയുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഈ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മൾ ഈ സ്വയം നമ്മൾ തന്നെ മുഖം കെട്ടി ഒഴുകുന്നവരായിരിക്കണം നല്ല കഥാകൃത്തുക്കളെന്ന് ഞാൻ പറയാറുണ്ട്. നമ്മൾ തന്നെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ. നമ്മളാണ് മറ്റുള്ളവരോട് സംവദിക്കേണ്ടത്, നമ്മളാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മളിലേക്ക് തന്നെ നിശ്ചിത പോകണം. അപ്പോൾ എൻ്റെ ഒരു ഐഡിയോളജിക്കൽ കോൺസെപ്റ്റിലൂടെയാണ് ഞാൻ വിശാലമായിട്ട് ലോകത്തെ കാണുന്നത്. എൻ്റെ പ്രണയ സങ്കല്പങ്ങൾ, എൻ്റെ ജീവിത സങ്കല്പങ്ങൾ, എൻ്റെ നിരാസങ്ങളും നിരാനന്ദങ്ങളും എല്ലാം നമ്മൾ സ്വീകരിക്കപ്പെടുന്നത് നമ്മളിലൂടെ തന്നെ ആയിരിക്കണം. നമ്മൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാള് കുത്തി നമ്മളിലേക്ക് ഇറക്കുന്നത് പോലെ തന്നെ നമ്മൾ തന്നെ നമ്മളെ മുഖമായിട്ട് കെട്ടി നമ്മൾ തന്നെ നമ്മളെ മുഴുവൻ മനസ്സിലായില്ലേ? നമ്മൾ തന്നെ നമ്മളെ ഒഴുകുമ്പോൾ മാത്രമേ അതിൽ നിന്ന് നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ മാർക്കേസ് തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നത് ഈ ആത്മവിമർശനമാണ് കഥയിൽ പറയുന്നത്. നമ്മൾ തന്നെ നമ്മളോട് നടത്തുന്ന ഒരു വിമർശനമാണ് കവിതയിലൊക്കെ അതിലേ സംഭവിക്കുന്നത്. നമ്മുടെ ദുഃഖമല്ലേ നമ്മൾ പകുത്തു വയ്ക്കുന്നത്, നമ്മുടെ പ്രയാസങ്ങളാണ് നമ്മൾ പകുത്തു വയ്ക്കുന്നത്. അതുപോലെ തന്നെ കഥയിലും ഈ നോവ് അനുഭവപ്പെടുത്തുന്നതാണ് നമ്മുടെ നോവാണ്. ഈ നമ്മുടെ നോവ് എന്തായിട്ട് നോവായിട്ട് മാറുന്നു? അത് കാലത്തിൻ്റെ നോവായിട്ട് മാറുന്നു. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു പരിണാമം നമ്മളറിയാതെ ഇവിടെ നടക്കുന്നത്
നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഥയിൽ സംഭവിക്കുന്നത് ആ കഥയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളാണ് ഇന്നും ഈ കഥയെ ചെറുപ്പമായിട്ട് അല്ലെങ്കിൽ യങ്ങസ്റ്റിൻ്റെ യങ്ങസ്റ്റ് എന്ന് പറയും, ചെറുപ്പമായിട്ട് സൂക്ഷിക്കുന്നത് കഥയായിട്ട് മാറുന്നത്. ഇവിടെ നന്നായിട്ട് കഥ എഴുതുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവർ കഥയെ കാണുന്നത്. മറ്റുള്ള പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്രവാർത്ത കഥയാണ്. ഇന്നിപ്പോൾ പത്രവാർത്ത കഥയാക്കാൻ പറ്റില്ല, കാരണം പത്രങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത് നമുക്ക്. പക്ഷെ അതിനെ നമ്മൾ വ്യത്യസ്തമായി തന്നെ കാണാൻ ശ്രമിക്കുന്നത്. ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് കഥയ്ക്ക് ഒരു വലിയ ഒരു പരിണതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആമുഖമായിട്ട് പറയുന്നത്. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. പറയാനാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എഴുത്തിൽ കൂടുതൽ ശ്രമിക്കും.